എനിക്ക് ഈ ഡീറ്റെയിൽസ് കിട്ടിയപ്പോ കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ് ഞാൻ. വയസ്സ് 34, നക്ഷത്രം അവിട്ടം, ഉയരം 155, എഡ്യൂക്കേഷൻ MSc. കറക്റ്റ് ആണോ സർ? ഇപ്പൊ നമുക്കിത് ഇങ്ങനെ കിട്ടിയെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തന്നെ ഞാൻ എന്റെ മാട്രിമോണിയിൽ ഇടില്ല. അപ്പൊ ഇങ്ങനെ എല്ലാവരും നേരിട്ട് നമ്മൾ വിളിച്ചു ചോദിച്ചിട്ട് മാത്രമേ ഇടാറുള്ളൂ. ഓക്കെ. അപ്പൊ സാർ ഇതില് സ്ഥലം പാലക്കാടാണ് കൊടുത്തിരിക്കുന്നത്. പട്ടാമ്പി. കറക്റ്റ് ആണോ സർ? പട്ടാമ്പി. പിന്നെ ബാധ്യതയില്ലാത്ത പുനർവിവാഹം താല്പര്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വരന് എത്ര വയസ്സ് വരെ ആവാം? 40-42 വരെ ആവാം. 42 വരെ ആവാം. മിനിമം വിദ്യാഭ്യാസം ഡിഗ്രി വേണം. കുട്ടി പുനർവിവാഹമാണോ? അതെ. അതെ. ഓക്കെ. ബാധ്യതകളൊന്നും ഇല്ലല്ലോ അല്ലേ? 8 വയസ്സായ ആൺകുട്ടിയോ? ഹലോ. 8 വയസ്സായ ആൺകുട്ടിയുണ്ട്. അത് മാഡത്തിന്റെ കൂടെ ആയിരിക്കും അല്ലേ? അതെ. ഓക്കെ. അപ്പൊ മാഡത്തിന് ജോലി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? അവളെ ടീച്ചറാണ്. ഓക്കെ. വിദേശം താല്പര്യമുണ്ടോ? വിദേശത്തുള്ള ആൾക്കാരെ പരിഗണിക്കും. വിദേശത്ത് ജോലിയുള്ളവരെ പരിഗണിക്കും. പക്ഷെ വിദേശത്തേക്ക് പോകാൻ താല്പര്യമില്ല. ജോലി ഉപേക്ഷിക്കാൻ പറ്റില്ല. ഓക്കെ. പോവാൻ താല്പര്യമില്ല എന്നല്ലേ? ഓക്കെ. ഇപ്പൊ നമുക്ക് തീയ കാസ്റ്റ് മാത്രമേ നോക്കുന്നുള്ളൂ അതോ? അതത്രേ ഉള്ളൂ. ഈഴവ രണ്ടും നോക്കുന്നുണ്ട്. വയസ്സില് വ്യത്യാസമുണ്ട്. 35 കഴിഞ്ഞു ഇപ്പൊ. ഓക്കെ. 35 കഴിഞ്ഞു. ഓക്കെ. അതുപോലെ തന്നെ 167 സെന്റിമീറ്റർ ആണ്. 167 ആണ്. ഇതുകൊണ്ടൊക്കെ സാർ നമ്മൾ കിട്ടിയാലും നേരിട്ട് അങ്ങനെ ഇടാണ്ട് നമ്മൾ വിളിച്ചു ചോദിച്ചിട്ട് ചെയ്യുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ്. കറക്റ്റ് അല്ലല്ലോ നമുക്ക് കിട്ടുന്നതൊന്നും. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ തിരുത്തി തന്നാണ് തെറ്റായിട്ട് കറക്റ്റ്. അതിനാണ് ഞാൻ വിളിച്ചു ചോദിക്കുന്നത്. കറക്റ്റ് ആണെന്ന് ചോദിക്കുന്നത് അതാണ് സാർ. വേറെ ഒന്നുമല്ല. ഇപ്പൊ നമുക്ക് പാലക്കാട് ഭാഗം മാത്രമേ കൊടുക്കുന്നുള്ളൂ അതോ വേറെ ജില്ല? അവള് വർക്ക് ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ്. ഓക്കെ. പട്ടാമ്പിന്ന് ഒരു 20 കിലോമീറ്റർ അകലെയാണ്. അപ്പൊ ആ സർക്കിളിലുള്ള ആൾക്കാരെ ഞങ്ങൾ പഠിക്കുന്നുണ്ട്. കാരണം അവൾക്ക് കല്യാണത്തിന് ശേഷം ഭർത്താവിന്റെ വീട് കുറെ ദൂരെ സ്ഥിരമായിട്ട് നിൽക്കാൻ പറ്റില്ല. കാരണം സ്കൂളിലേക്ക് വരണമല്ലോ. ജോലി എന്തായാലും ഉപേക്ഷിക്കാൻ പറ്റില്ല. അതെ. ഗവൺമെന്റ് ജോലിയാണോ സർ? ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളാണ്. അപ്പൊ ഗവൺമെന്റ് ആണല്ലോ. ഓക്കെ സർ. അപ്പൊ നമുക്ക് മലപ്പുറം ഭാഗം നോക്കാം. മലപ്പുറം ഭാഗത്തു നിന്നുള്ള ആലോചനകൾ നമുക്ക് ഈ പറഞ്ഞ ഡിമാൻഡിനനുസരിച്ച് 42 വയസ്സ് വരെ പുനർവിവാഹം ബാധ്യതയില്ലാത്തവരാണെങ്കിൽ ഓക്കെ. അല്ല ഫസ്റ്റ് മാരേജിന് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിലും എങ്ങനെയാണ്? അത് ഓക്കെ ആവോ? ഓക്കെ. അപ്പൊ നമ്മുടെ ഈ ഡിമാൻഡുകളൊക്കെ അംഗീകരിച്ചിട്ട് വരാവുന്ന ഒരാൾ മലപ്പുറം ഭാഗത്തു നിന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സാറിന്റെ നമ്പർ ഞാൻ കൊടുക്കാം. ഓക്കെ. ഓക്കെ സർ. താങ്ക് യു.